നമസ്കാരം. അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിനെ അകത്താക്കി. ട്രംപിന് വീണ്ടും തിരിച്ചടി, ശിഷ്ടജീവിതം ജയിലിൽ. എഴുത്തുകാരിയായിട്ടുള്ള ഈജിൻ കരോളിനെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയും പിന്നീട് അപകീർത്തിപ്പെടുത്തുകയും ചെയ്തെന്ന് സിവിൽ കേസിൽ വിധി പുനഃപരിശോധിക്കണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്പീൽ അമേരിക്കൻ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ഇതോടെ ട്രംപിന് കേസിൽ ലഭിച്ച അവസാന നിയമപരമായിട്ടുള്ള അവസരവും നഷ്ടമായിരിക്കുകയാണ്. 2023 ന്യൂയോർക്കിലെ ജൂറിയാണ് 1990കളിൽ ട്രംപ് കരോളിനെ ലൈംഗികമായിട്ട് ആക്രമിച്ചെന്ന് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ആരോപണത്തെ നുണയെന്ന് വിശേഷിപ്പിച്ച് അപകീർത്തിപ്പെടുത്തിയെന്നും കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കരോളിന് ഏകദേശം $50 ലക്ഷം, അതായത് ഏകദേശം $5 മില്യൺ നഷ്ടപരിഹാരം നൽകാനും ജൂറി അന്ന് ഉത്തരവിട്ടിരുന്നു. അപ്പോൾ ഈ ആരോപണങ്ങൾ ട്രംപ് നിഷേധിച്ചു. വിചാരണയ്ക്കിടെ ജൂറിയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ജഡ്ജി തെറ്റായി അനുവദിച്ചുവെന്നും അതിനാൽ പുതിയ വിചാരണ നടത്തണമെന്നൊക്കെ ട്രംപ് വാദിച്ചു. എന്നാൽ ഫെഡറൽ അപ്പീൽ കോടതിയും കഴിഞ്ഞ വർഷം ജൂറിയുടെ വിധി ശരിവെച്ച് പുതിയ വിചാരണ ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി. തുടർന്നാണ് ട്രംപ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ കേസ് പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് സുപ്രീം കോടതിയും എടുത്തത്. അതുപോലെ ഈ തീരുമാനത്തിന് കോടതി പ്രത്യേക കാരണവും വിശദീകരിച്ചില്ല. സുപ്രീം കോടതിയുടെ തീരുമാനത്തോടെ ജൂറി വിധിച്ച നഷ്ടപരിഹാരം ട്രംപ് നൽകേണ്ടി വരും. കരോളിന്റെ അഭിഭാഷക റോബർട്ട് കാംപ്ലൻ സുപ്രീം കോടതി വിധി ജൂറിയുടെ ഏകകണ്ഠമായിട്ടുള്ള കണ്ടെത്തൽ ഒരിക്കൽ കൂടി ശരിവെക്കുന്നതാണെന്ന് പ്രതികരിച്ചു. ട്രംപ് ഈജിൻ കരോളിനെ ലൈംഗികമായിട്ട് ആക്രമിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന ജൂറിയുടെ കണ്ടെത്തൽ അന്തിമമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ വിധിക്കെതിരെ അദ്ദേഹം നടത്തിയ എല്ലാ അപ്പീലുകളും പരാജയപ്പെട്ടു. സ്വന്തം പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുമാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് ഈ വിധിയോടുകൂടി വിരാമമായി എന്ന് പറയാം. അതേസമയം ട്രംപിന്റെ നിയമസംഘം ഈ കേസിനെ രാഷ്ട്രീയ വേട്ടയാടലായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഡെമോക്രാറ്റുകൾ പിന്തുണച്ച കരോൾ തട്ടിപ്പ് കേസുകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രേരിത നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കൻ ജനങ്ങളുടെ ആവശ്യമെന്നാണ് ട്രംപിന്റെ വക്താക്കൾ പ്രതികരിക്കുന്നത്. അപ്പീലിൽ 2005 ആക്സിസ് ഹോളിവുഡ് വീഡിയോ ജൂറിയെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് അനുവദിക്കരുതെന്നായിരുന്നു ട്രംപിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നത്. അപ്പോൾ സ്ത്രീകളെ അവരുടെ സമ്മതമില്ലാതെ ചുംബിക്കുകയും സ്പർശിക്കുകയും ചെയ്തതായിട്ടാണ് ട്രംപ് ആ വീഡിയോയിൽ പറയുന്ന ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളാണ് വിചാരണയെ തെളിവായിട്ട് ഹാജരാക്കിയത്. അപ്പൊ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജൂറി വിധിയെക്കുറിച്ച് പിന്നീട് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ കരോളിനെ വീണ്ടും അപകീർത്തിപ്പെടുത്തിയതായിട്ട് കണ്ടെത്തിയ മറ്റൊരു ജൂറി $8.3 കോടി നഷ്ടപരിഹാരം നൽകാനും ട്രംപിന് ഉത്തരവിട്ടിരുന്നു. അപ്പൊ ആ വിധിക്കെതിരെ ട്രംപിന്റെ അപ്പീൽ നേരത്തെ ഫെഡറൽ കോടതി തള്ളിയിരുന്നു. ന്യൂയോർക്ക് നിയമപ്രകാരം ബലാത്സംഗം നടന്നുവെന്ന കരോളിന്റെ വാദം ജൂറി അംഗീകരിച്ചില്ലെങ്കിലും ലൈംഗികാതിക്രമവും അപകീർത്തിപ്പെടുത്തലും നടന്നതായിട്ട് കണ്ടെത്തി. 81-കാരിയായിട്ടുള്ള മുൻ മാഗസിൻ കോളമിസ്റ്റ് ആയിട്ടുള്ള ഈജിൻ കരോൾ 1990കളുടെ മധ്യത്തിൽ മാൻഹാട്ടനിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ ഡ്രസ്സിംഗ് റൂമിൽ ട്രംപ് തന്നെ ലൈംഗികമായിട്ട് ആക്രമിച്ചു എന്നാണ് കോടതി അറിയിച്ചത്. 2022 ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ ആരോപണം നിഷേധിച്ചതോടെയാണ് അപകീർത്തി കേസിന് തുടക്കമായത്. അതേസമയം കരോൾ തന്റെ ഇഷ്ടത്തിലുള്ള സ്ത്രീ അല്ല എന്നും അവർ കള്ളം പറയുകയാണെന്നൊക്കെ ട്രംപ് ആവർത്തിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ശരി, ട്രംപിനെ അവസാനം അമേരിക്കൻ സുപ്രീം കോടതിയും അകത്താക്കി. ട്രംപിന് വീണ്ടും തിരിച്ചടിയാകുന്നു. ശിഷ്ടജീവിതം ജയിലിലാകുവാനാണ് സാധ്യത.